ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ശ്രീസ് നാവിൽ തൊട്ടു മനസ്സിൽ തൊട്ടു. നമ്മളുടെ മല്ലു ഫാമിലി ഇപ്പോൾ ഒരു മലയാളം ഫാമിലി വ്ളോഗിങ് എന്ന് പറയുമ്പോൾ കേൽബ്രോ ബിജു ഋതിക്കിനേക്കാളും കൂടുതൽ ഫേമസ് ആയത്, കൂടുതൽ വ്യൂസും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളതൊക്കെ കേൽബ്രോ ബിജു ഋതിക്കിനാണെങ്കിൽ പോലും ഫാമിലി വ്ളോഗിങ്ങിൽ മല്ലു ഫാമിലി എന്ന് പറയുമ്പോൾ അവരുടെ പെങ്ങളുടെ വിവാഹത്തോടുകൂടി ഒരുപാട് പ്രശസ്തമായിട്ടുള്ള ഒരു ചാനൽ തന്നെയാണ്. ഈയിടെയായിട്ട് മല്ലു ഫാമിലിയിൽ യൂട്യൂബിൻ്റെ അവരുടെ ഒരു ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ വീഡിയോകളൊക്കെ വളരെ വ്യൂസ് കുറവാണ്. യൂട്യൂബിനോട് അവർ ഒരു മടിയോട് കൂടിയിട്ടുള്ള ഒരു സമീപനം, അതായത് വേണ്ട രീതിയിൽ വീഡിയോകൾ ഇടുന്നില്ല. 2 ആഴ്ച കൂടുമ്പോൾ, 10 ദിവസം കൂടുമ്പോൾ, ഇപ്പോൾ ഈ അടുത്തൊരു ആഴ്ചയായിട്ടാണ് അവർ റെഗുലറായിട്ട് 2 ദിവസം കൂടുമ്പോൾ വീഡിയോ ഇടുന്നത്. അതിന് മുമ്പ് വരെ 10 ദിവസം മുമ്പുള്ള വീഡിയോ, പിന്നെ നോക്കിക്കഴിഞ്ഞാൽ 1 മാസം മുമ്പ്, പിന്നെയും 1.5 മാസം മുമ്പ്, അങ്ങനെ വളരെ ലാഗായിട്ട് മാത്രം വീഡിയോ ഇടുക. അവരുടെ വീഡിയോസിൻ്റെ വ്യൂ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 10 ദിവസം മുമ്പുള്ള വീഡിയോയ്ക്ക് വെറും 36K, 20K, 15K, 10K. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം വീഡിയോ ഇടുന്നതിന് വളരെ ലേസി ആയിട്ടുള്ളൊരു സമീപനം അവർ അതിന് പകരം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇനി ഒരു ചാനലിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഗ്രാഫ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ താഴേക്കുള്ള യാത്രയായി. ഈ മല്ലു ഫാമിലിയിലെ ഓരോ ഹെഡിങ്ങും കാണുമ്പോൾ ഇന്ന് ഇതായിരിക്കും എന്നുള്ള മട്ടിൽ ആളുകൾ അതിനെ ചെറുതായിട്ട് നെഗ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. മല്ലു ഫാമിലി ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ചാനൽ തുടങ്ങുന്നത് ഏകദേശം 2019 എൻ്റെ ഒരു അറിവ്. ഒരു 5 വർഷത്തോളം അവർ നിറഞ്ഞ് ആടി എന്ന് തന്നെ പറയാം. യൂട്യൂബിലെ അവരുടെ പെർഫോമൻസിന്, അല്ലെങ്കിൽ അവരുടെ സിസ്റ്ററിൻ്റെ കല്യാണമായിരുന്നു ഈ ചാനലിൻ്റെ ഒരു ക്ലൈമാക്സ്. ആ സമയത്ത് അവർ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്തു. പെങ്ങളുടെ വിവാഹം കഴിച്ചു കൊടുത്ത സ്വർണ്ണമൊക്കെ അതിൻ്റെ ഇരട്ടിയായിട്ട് അവർക്ക് അതിനേക്കാൾ പൈസ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടാവും. ആ കല്യാണാനന്തരമുള്ള വീഡിയോകൾ അത് കഴിഞ്ഞ് പിന്നെയും അതിങ്ങനെ എന്താ പറയുക ലാഗായി തുടങ്ങി. എന്നാലും വ്യൂസൊന്നും കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വ്യൂസ് കുറയാൻ തുടങ്ങിയപ്പോൾ ഒരു വിവാദപരമായിട്ട് അവരറിയാതെ തന്നെ അൺസ്ക്രിപ്റ്റഡ് ആയിട്ട് അവരുടെ ജീവിതത്തിൽ വന്ന പ്രശ്നങ്ങൾ, സുജിൻ്റെ ദാമ്പത്യത്തിലുണ്ടായ പ്രശ്നങ്ങൾ, വീണ്ടും അതിൻ്റെ വ്യൂ കുത്തനെ കൂടി എന്നുള്ളതാണ്. അപ്പോഴും അവരുടെ സാമ്പത്തിക നേട്ടം നമ്മൾ അറിയാതെ പോകരുത്. അപ്പോൾ അത്തരം സാമ്പത്തിക നേട്ടങ്ങൾ, അല്ലെങ്കിൽ ഫിനാൻഷ്യലി അവർ സെക്യൂർഡ് ആണെന്നുള്ള ഒരു ബോധം അവരിലുണ്ടാവുമ്പോൾ, ഇനി അവരുടെ ചാനലിൽ ഇത്ര മാത്രമേ ഉള്ളൂ എന്ന് പ്രേക്ഷകന് തോന്നുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ വീഡിയോ ഇടുന്നതിലും ലാഗ് കാണിക്കും. ആ ലാഗ് കാണിക്കുമ്പോൾ കൃത്യമായിട്ട് വീഡിയോ ഇടാത്തൊരു ചാനലിൻ്റെ വീഡിയോ കുത്തി നോക്കുന്ന രീതിയിലുള്ള അങ്ങനെയൊക്കെ പ്രേക്ഷകനും അതിൽ നിന്ന് ഒന്ന് പിൻവലിയും എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ചാനലിൻ്റെ വളർച്ച കുറയും. ഇനി ഏതെങ്കിലും ഒരു വിവാദപരമായിട്ടുള്ള വീഡിയോ ആയിട്ട് അവർ വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വ്യൂ കൂടും, വീണ്ടും പഴയ പോലെ ആവും എന്നുള്ളതാണ്. അപ്പോൾ എന്നാൽ പോലും ഒരു ചാനലിൻ്റെ വളർച്ച, അതിൻ്റെ ക്ലൈമാക്സ്, അതിൻ്റെ ഏറ്റവും വലിയ ഗ്രാഫ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു പതനം എന്നല്ല, പിന്നെ അതിന് കൃത്യമായിട്ട് ഒരു വലിയ എമൗണ്ട് വരുമാനം നേടാൻ കഴിയാത്ത വിധം അതിൻ്റെ ആ ഗ്രോത്ത് ഇങ്ങനെ സ്റ്റേബിളായിട്ട് പോകും. ഇത്ര നാൾ ഏറ്റവും ഉന്നതിയിൽ അവരോരോ വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോഴും പെങ്ങളുടെ വിവാഹത്തിനും ഒക്കെ നല്ല ഗ്രാഫോട് കൂടി ഉയർന്ന വ്യൂസൊക്കെ പെട്ടെന്ന് കുറയുക എന്നുള്ളത്. അപ്പോൾ ഇത് എല്ലാ ചാനലിനും സംഭവിക്കുന്നതാണ്. ഇപ്പോൾ മനുഷ്യരായാലും നല്ല പ്രായം, യൗവനം, അത് കഴിഞ്ഞ വാർദ്ധക്യത്തിലേക്കുള്ള ആ വരവ്, അതൊക്കെ സ്വാഭാവികമായിട്ടുള്ളതാണ്. ഇനി കേൽബ്രോ ബിജു ഋതിക്കിൻ്റെ അവർ വളരെയധികം, ഇപ്പോൾ മല്ലു ഫാമിലി പറഞ്ഞ പോലെ അവർ കൃത്യമായിട്ടുള്ള സമയത്ത് നല്ല നല്ല വിളവുള്ളപ്പോൾ അവരത് കൊയ്തു എന്നുള്ളതാണ്. അവരുടെ ചാനൽ ഏറ്റവും നല്ല ഫിനാൻഷ്യൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അവരത് മാക്സിമം ഉപയോഗിച്ചു. ഫിനാൻഷ്യലി അവർ സെക്യൂർഡായി. ഇനി വലിയ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു 5 വർഷത്തെ ഒരു ചാനലിൻ്റെ ഗ്രോത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രാഫ് സ്വാഭാവികമായിട്ട് കുറയുമ്പോൾ കുഴപ്പമില്ല, ഞങ്ങൾ അപ്പുറത്തെ മീഡിയയിലേക്ക് മാറിക്കോളാം എന്നുള്ള രീതിയിൽ അവർ വരുമാനത്തിനായി ഇൻസ്റ്റയിലും ഫേസ്ബുക്ക് പേജും അങ്ങനെയൊക്കെ അവർ ആക്റ്റീവായിട്ട് നിൽക്കുന്നു. യൂട്യൂബ് ചാനലിന് അവർക്ക് മിനിമം ഒരു ഇൻകം നല്ല രീതിയിൽ തന്നെ 1 ലക്ഷമോ 1.25 ലക്ഷമോ അല്ലെങ്കിൽ 50,000 80,000 ഒക്കെ കിട്ടിപ്പോന്നാൽ മതിയല്ലോ അവരുടെ ചിലവിനുള്ളതായ. അപ്പുറത്തു നിന്നുള്ള മീഡിയകളിൽ നിന്ന് വേറെ വരുമാനം. അപ്പോൾ വളരെ ഫിനാൻഷ്യലി സെക്യൂർഡാണ്. നമ്മൾ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് അവർക്ക് കൊടുത്തുകൂടെ, ഇവർക്ക് ദാനം ചെയ്തുകൂടെ എന്നൊക്കെ ഒരുപാട് പേര്, നിങ്ങൾ എന്താണ് ആൾക്കാർക്ക് ചാരിറ്റി ചെയ്യാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരുടെ ജീവിതം അവർ സെക്യൂറാക്കാനാണ് അവരുടെ പ്രൈമായിട്ടുള്ള പരിഗണന എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ തന്നെ ആയിരിക്കുമല്ലോ. കേൽബ്രോ ബിജു ഋതിക്കായാലും മല്ലു ഫാമിലിയിലെ സുജിനായാലും അവരൊക്കെ ജീവിതത്തിൽ ഒരുപാട് ദരിദ്രമായിട്ടുള്ള ചുറ്റുപാടിൽ നിന്ന് ഏറ്റവും
ജീവിതത്തിൻ്റെ ഏറ്റവും മോശം വശങ്ങളിലൂടെ കയറി വന്നതായതുകൊണ്ട് തന്നെ പൈസയ്ക്ക് ഒരുപാട് വാല്യൂ കൊടുക്കുന്ന ആളുകളാണ്. പൈസ കിട്ടിത്തുടങ്ങി എന്നുള്ള ആ ഒരു കാരണത്താൽ എന്നാൽ പിന്നെ ഇതൊക്കെ അങ്ങോട്ട് ചാരിറ്റിക്ക് നാട്ടുകാർക്കും കൊടുത്തു കളയാം എന്നുള്ളത് അവരൊരിക്കലും ചിന്തിക്കില്ല. കാരണം പൈസ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു വന്ന കാരണം തന്നെ ഇപ്പോൾ സുജിനെ സംബന്ധിച്ചിടത്തോളം ആയാലും ബിജുവിനെ സംബന്ധിച്ചിടത്തോളം ആയാലും അവരുടെ ജീവിത സാഹചര്യങ്ങൾ ഏറ്റവും കടുത്തതായിരുന്നു. അവരതിനോടൊക്കെ മല്ലിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ അവരുടെ സ്ഥാനം പിടിച്ചിട്ടുള്ളത്. അതിന് യാതൊരു തർക്കവുമില്ല. പിന്നെ അവർക്ക് പൈസ കിട്ടുമ്പോൾ അവരുടെ ചുറ്റും ഉള്ള ബന്ധുക്കൾ, ഇപ്പോൾ KL ബ്രോ ബിജു ഋതിക്കിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സിസ്റ്റേഴ്സൊക്കെ അത്ര നല്ല സാമ്പത്തിക അവസ്ഥയിലൊന്നുമല്ല. അപ്പോൾ സ്വന്തം ബന്ധുക്കളെയല്ലേ ആദ്യം അവർ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇപ്പോൾ ഭാര്യയുടെ ഭാഗത്തു നിന്നുള്ള ബന്ധുക്കളായാലും ആദ്യം തന്നെ നാട്ടിൽ കുറേ ചാരിറ്റി ചെയ്തില്ല എന്നുള്ള രീതിയിൽ അവരെ വിമർശിക്കാനായിട്ട് നമുക്ക് പറ്റില്ല. എങ്കിലും മാനുഷികപരമായിട്ടുള്ള പരിഗണന അവർക്ക് നൽകാമായിരുന്നു എന്നെനിക്കൊരു തോന്നൽ തോന്നിയിട്ടുണ്ട്. ഈയിടെ അടുത്ത് ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ട് ഈ തളർന്ന് ഇരുന്ന് പോയ ഒരു ബിട്ടു ചിന്നു എന്ന് പറഞ്ഞൊരു ചാനൽ, അവർ അവരുടെ ഭാര്യ, അതായത് ചിന്നു ആണോ ബിട്ടു ആണോ അവരുടെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, ആ ഭാര്യ എന്നുള്ള കഥാപാത്രം എപ്പോഴും ഇരിക്കുന്നത് കണ്ടപ്പോൾ പ്രേക്ഷകർക്ക് ഒരു സംശയം തോന്നി, എന്തുകൊണ്ടാണ് ഇവർ എണീറ്റ് നിൽക്കില്ലെന്ന്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്താനായിട്ട് അവർ KL ബ്രോ ബിജു ഋതിക്കിൻ്റെ ഫാമിലിയായിട്ട് സന്ദർശിച്ച് അതിൻ്റെ ഒരു വീഡിയോ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിച്ചു, എന്തുകൊണ്ട് ബിജു സഹായിക്കുന്നില്ല, എന്തുകൊണ്ട് നിങ്ങളെ സഹായിച്ചില്ല, ബിജു ഇങ്ങനെ പൈസ വന്നപ്പോൾ അയാൾ ഒരിക്കലും ഒരു ചാരിറ്റിയും ചെയ്യില്ല, ആരെയും സഹായിക്കാറില്ല എന്നൊക്കെ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ സഹായരായിട്ടുള്ള മനുഷ്യരൊക്കെ നമ്മൾക്ക് ഏറ്റവും അധികം പൈസ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മളെക്കൊണ്ട് പറ്റാവുന്ന സഹായം, ഇനി സാമ്പത്തികമായിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും അവരുടെ ചാനലിന് ഒരു സപ്പോർട്ട് കൊടുക്കത്തക്ക രീതിയിൽ 2 വാക്ക് അതുപോലും അവരെ മിണ്ടിയില്ല എന്നുള്ളതാണ്. അവരുടെ കൂടെ ചെന്നു സംസാരിച്ചു, അവരെ ഒരുമിച്ച് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇവരെ സപ്പോർട്ട് ചെയ്യണമെന്നോ ഇവരിങ്ങനെ നടക്കാത്ത ആളാണെന്നോ അങ്ങനെ ഒരു സത്യവാങ്മൂലം അവർക്ക് കൊടുക്കായിരുന്നു. എന്തെങ്കിലും രീതിയിൽ സാമ്പത്തികമായിട്ട് നിങ്ങളൊന്ന് സഹായിക്കണം എന്ന് പ്രേക്ഷകരോട് പറയായിരുന്നു. അവരെ വിശ്വസിക്കുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കൗണ്ടുള്ള ഒരു ചാനലാണ്. അപ്പോൾ ഈ പാവം ഫാമിലിക്ക് എന്തെങ്കിലും സഹായം കിട്ടിയേനെ. ഇവർ പക്ഷേ അതൊരിക്കലും പ്രതീക്ഷിച്ചിട്ടല്ല ചെല്ലണത്. ഇവരുടെ ഭാര്യ നടക്കില്ല എന്നുള്ള ആ സത്യാവസ്ഥ സബ്സ്ക്രൈബേഴ്സിനെ ബോധിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം ഇങ്ങനെ ഒരു വലിയ ചാനലിൻ്റെ ആൾക്കാർ വന്ന് ശരിയാണ് ഇവർ നടക്കാത്തതാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ഒരു വിശ്വാസം ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവരിലൊക്കെ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവർ സാമ്പത്തിക സ്ഥിതി ഏറ്റവും കുറഞ്ഞ രീതിയിൽ നിന്ന് ഉള്ളവരായതുകൊണ്ട് തന്നെ പൈസ ഉണ്ടാകുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ബന്ധുക്കൾ തന്നെ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നവരുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് ആദ്യം തൻ്റെ ബന്ധുക്കളെ ലിഫ്റ്റ് ചെയ്യാനാണല്ലോ എല്ലാവരും നോക്കുക. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ്. അപ്പോൾ KL ബ്രോ ബിജു ഋതിക്ക് എന്ന് പറയുന്നത് ഇപ്പോഴും അവർ സ്കിറ്റിലൂടെയും ഷോർട്ടിലൂടെയും വീഡിയോകളിലൂടെയും ഒക്കെ വളരെ ആക്റ്റീവായിട്ട് യൂട്യൂബിൽ നിൽക്കുന്നു. അവർക്ക് ഇൻസ്റ്റാഗ്രാമിനേക്കാളും അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിനേക്കാളും ഒക്കെ കൂടുതൽ ആക്റ്റീവായിട്ട് യൂട്യൂബിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. മല്ലു ഫാമിലിയിലെ സുജിനെ സംബന്ധിച്ചിടത്തോളം വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. ഇവിടെ വരുമാനം കുറയുമ്പോൾ അപ്പുറത്ത് വരുമാനം കൂടിയ പ്ലാറ്റ്ഫോമിൽ ആക്റ്റീവ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒക്കെ പഠിക്കേണ്ട പാഠം, നമ്മൾ എവിടെ നിന്നാലും എങ്ങനെ നിന്നാലും അത് നിലനിർത്തി കൊണ്ടുപോകാനുള്ള ഒരു ബുദ്ധി അല്ലെങ്കിൽ അതിനുള്ള ഒരു സാമർഥ്യം ജീവിതത്തിലായാലും എല്ലാ അവസരങ്ങളിലായാലും ഇങ്ങനെ 2 പേരെ കണ്ടുപഠിക്കേണ്ടത് ആവശ്യമാണ്. അവർ ചാരിറ്റി ചെയ്യുന്നില്ല, അവർ ദയ കാണിക്കുന്നില്ല എന്നുള്ളതൊക്കെ വേറെ വിഷയം, അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം. എങ്കിൽ പോലും സ്വന്തം തൊഴിൽ, ഇപ്പോൾ യൂട്യൂബ് ആയാലും ഫാമിലി ചാനൽ തങ്ങളുടെ ഒരു വരുമാന മാർഗ്ഗമാണ്. അപ്പോൾ അതിനെ നന്നായി സ്നേഹിക്കുക, നല്ല രീതിയിൽ അതിൽ നിന്ന് വിളവെടുപ്പ് നടത്തി വളരെ ഫിനാൻഷ്യലി സെക്യൂർഡായിട്ട് ഇരിക്കുന്നു, നന്നായി ജീവിതം എൻജോയ് ചെയ്യുന്നു. ഇങ്ങനെ ഒരുപാട് നല്ല നല്ല ചാനലുകൾ കൃത്യമായിട്ട് വീഡിയോകൾ ഇടാതെയും തങ്ങളുടെ ചാനലിൻ്റെ ആ ഒരു വില അറിയാതെയും അത് നശിപ്പിച്ച് കുടുംബ ബന്ധങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കിയും ബഹളമുണ്ടാക്കിയും നടക്കുന്ന കുറേ പേരെങ്കിലും ഉണ്ട്. അവർക്കൊക്കെ ഒരു പാഠപുസ്തകമാണ് ഈ മല്ലു ഫാമിലിയും KL ബ്രോ ബിജു ഋതിക്കും. എല്ലാവർക്കും നന്മ വരട്ടെ.